ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷം? എനിക്കിവിടെ സുഖമാണ്, മാഷാ അല്ലാ, അങ്ങനെ പോണു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞു ബെൽ ബട്ടനും കൂടെ ഒന്ന് അമർത്തുക കേട്ടോ. പിന്നെ എന്ത് പറയണോ നിങ്ങളുടെയൊക്കെ വിശേഷം? അപ്പോൾ നാട്ടിലെ നിബിദിനവും അതേപോലെ തന്നെ ഓണമൊക്കെ അടിച്ച് പൊളിച്ച് പോകണമെന്ന് കേട്ടു. പിന്നെ മക്കൾക്ക് വിളിച്ചിരുന്നു, അവരൊക്കെ നല്ല ഹാപ്പിയാണ്. പിന്നെന്താ പറയുക, അപ്പോൾ നിങ്ങൾക്കൊക്കെ നബിദിനത്തിലും ഓണത്തിലൊക്കെ കൂടാനും പങ്കെടുക്കാനും ഒക്കെ പറ്റിയില്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്നുമില്ല ഇവിടെ. പിന്നെ എന്ത് പറയണു, എന്താ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ? അപ്പോൾ മാഷാ അല്ലാ, നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ താത്തയും കാക്കയും നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെന്താ പറയുക, അവർ പോയിട്ട് കുറച്ചൊക്കെ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മിണ്ടാനും പറയാനൊക്കെ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒറ്റക്കായ പോലെ. പിന്നെ എന്തൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, എല്ലാം പോയി. പിന്നെന്താ പറയുക, അപ്പോൾ പറഞ്ഞേ. അപ്പം അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ. എങ്ങനെയൊക്കെ എന്തോ പറയണമെന്നുണ്ടായിരുന്നു, അത് പറഞ്ഞു മറന്നുപോയി, സോറി കേട്ടോ. പിന്നെ എന്താ പറയുക, അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താ പറഞ്ഞാൽ നബിദിനം അല്ലേ. അപ്പോൾ നബിദിനം എന്ന് വെച്ചാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളൊക്കെ വരുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം നബിദിനം വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് കുട്ടികളെ പരിപാടി കാണാം, പിന്നെ അതേപോലെ ദഫ് കാര്യങ്ങൾ. അപ്പോൾ ആ ദഫൊക്കെ ഓരോടത്ത് കഴിയുമ്പോൾ അടുത്ത ദഫ് കളിക്കുമ്പോൾ അവിടെ ഓടിപ്പാഞ്ഞ് മണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു ഇത് വരിക എന്ന് പറഞ്ഞാൽ ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു ദിവസം നമുക്ക് മിസ്സായി പോയ പോലെ ഉണ്ട്. പിന്നെന്താ പറയുക, അജുമോന് ഈ വർഷം ഫ്ലവർ ഷോക്ക് ഒന്നും കൂടിയിട്ടില്ല, അവനക്ക് കാല് വേദന എടുക്കുകയാണ് പറഞ്ഞിട്ട്. പിന്നെന്തോ പാട്ടോ സംഘഗാനം എന്തൊക്കെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെന്താ പറയുക, അപ്പോൾ ലൈവ് ഉണ്ടെങ്കിൽ അത് കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ നാട്ടിലെല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കണു. പിന്നെന്താ പറഞ്ഞേ, പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടൊരു മരണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ നല്ലൊരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെന്താ പറയുക, അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ടായിരിക്കും അവൻ എത്രയും പെട്ടെന്ന് പോയത്. നമ്മളെപ്പോലുള്ള നശിച്ച ആളുകളാണ് ഇനി ഈ ദുനിയാവിലുള്ളത് അല്ലേ. അപ്പോൾ പക്ഷേ നമുക്ക് പുറത്തുനിന്ന് കാണുന്നവർക്ക്, മരിക്കണവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും അവർ നേരത്തെ പോവുക. അവൻ്റെ വീട്ടിലൊരു ഉമ്മ, പിന്നെ അതേപോലെ ഭാര്യ, 3 മക്കൾ. ആ 3 മക്കളും കുഞ്ഞു മക്കളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മരണം എന്ന് പറയുന്നത് നേരത്തെ കൊണ്ടുപോവുകയാണെന്ന് വെച്ചെങ്കിൽ എത്രയും നല്ലത്. പിന്നെന്താ പറയുക, പിന്നെന്തോ പറയാൻ വന്നല്ലോ, മറന്നുപോയി. പിന്നെയെന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ പറയാനും ചീത്ത കാര്യങ്ങൾ പറയാനൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും നടന്നുകൊണ്ടിരിക്കട്ടെ. ഒരു പണിയും തൊഴിലും ഇല്ലാത്തവരാണ് അവരെന്ന് മനസ്സിലായി. പിന്നെ എന്നെ കുറിച്ചിട്ട് നല്ല കാര്യം ചീത്ത കാര്യമൊക്കെ പറയാനും കുറേ ആളുകളുണ്ടല്ലോ എന്നുള്ളത് സന്തോഷം കേട്ടോ എനിക്ക്. പിന്നെന്താ പറയുക, അത് വേറെ ആർക്കും കിട്ടാത്തൊരു അംഗീകാരം തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എത്രയേ പേരുകൾ അറിയപ്പെടാതെ ഒരു മുക്കിലും മൂലയിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മളെ കുറിച്ചിട്ട് നല്ലതും ചീത്തയൊക്കെ പറയാൻ ആളുകളുണ്ടല്ലോ. അപ്പോൾ അതന്നെ ഒരു നല്ല കാര്യമാണ്. പിന്നെന്താ പറയുക, ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മളെന്തായാലും തളരാൻ പോകുന്നില്ല കേട്ടോ. പടച്ചോൻ തളർത്താതെ, പടപ്പുകൾ തളർത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. പടച്ചോൻ തന്നെ തളർത്തണം. പിന്നെന്താ പറയുക, അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പം ഷോപ്പിൽ വന്നിട്ടുണ്ട്, വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പുതിയ കസ്റ്റമർ കയറി വരുമ്പോൾ നമുക്ക് അറബി അറിയാത്ത കാരണം കൈകൊണ്ടും കാലം കൊണ്ടൊക്കെ കാണിക്കേണ്ട ഒരു ഗതികേടുണ്ട്. പിന്നെ എന്തായാലും തരണം ചെയ്യും, പഠിച്ചെടുക്കും. കുറച്ചൊക്കെ ഒപ്പിക്കുന്നുണ്ട്, എന്നാൽ പോലും ചിലതൊക്കെ ഞാൻ വരച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അവർ ഹാപ്പിയാണ്. അടി കിട്ടാതെ കഴിച്ചിലായി കിട്ടുക എന്നുള്ളത് എൻ്റെയും കൂടെ ഒരു കർത്തവ്യമാണ്. പിന്നെന്താ പറയുക,
ചെയ്യണ ജോലി നേരാവണ്ണം ചെയ്തു കൊടുക്കുക. നമുക്ക് ഭാഷ അറിയോ ഇല്ലേ എന്നുള്ളതല്ല, അവർ വന്ന് പറഞ്ഞ സംഭവം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാൻ അവർക്ക് പറയുന്നതുള്ളൂ മനസ്സിലാകാത്ത. അവർ കാണിച്ചു തരുന്ന മോഡലും കാര്യങ്ങളൊക്കെ വെട്ടിയിട്ട് തയ്ച്ചു കൊടുക്കുക. ഭാഷയാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് ഒരുവിധമൊക്കെ ഞാൻ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പൊട്ടന്മാരമാതിരി കൈകൊണ്ടും കാലം കൊണ്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇത് എത്ര വരെ പോകുമെന്ന് നോക്കാം. മാഷാ അല്ലാഹ്, ശരിക്കും പറയുക വെച്ചെങ്കിൽ ആ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരേണ്ടത്. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ, മാക്സിമം പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തിക്കും. പിന്നെ എന്താ പറയുക, പക്ഷേ നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു തെറ്റാണ്. അവരെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് നമ്മളെ പ്രായങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, പക്ഷെ അത് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പിന്നെന്താ പറയുക, പിന്നെന്തോ പറയണം വന്നു. എന്തായാലും ഒരുപാട് മറവി ഉണ്ട് കേട്ടോ. മറവി എന്ന് പറയുന്ന പഠിച്ചം തരുന്നത് നല്ലതാണെന്ന് ഞാൻ ചില സമയത്തൊക്കെ ആലോചിക്കും. എന്ത് കാര്യം പെട്ടെന്ന് മറക്കും. മറക്കണ കാര്യങ്ങൾ നല്ലതായിരിക്കും, ഒന്നല്ല ചെയ്യും. കുറേ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടണ്ടല്ലോ. പിന്നെ മാഷാ അല്ലാഹ്, അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ താത്തയും കാക്കയും പോയി. അവർ പോയിട്ട് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാനും കാര്യങ്ങൾക്കൊന്നും ഒരു ഉഷാറില്ല. അവരുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കഴിക്കുക, അതേപോലെ ഫുഡ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും. പിന്നെ വേറെ സംഭവം കാണിച്ചു തരാം കേട്ടോ. ഞാനിതാ അവിടെ വന്നിട്ട് വെട്ടി തയ്ച്ച് അതിൽ ഡിസൈൻ വർക്ക് ചെയ്തതാണ് കേട്ടോ. കഴിഞ്ഞിട്ടില്ല, ഇതിലൊക്കെ കല്ല് വർക്ക്, ഈ കല്ലും കൂടെ ചെയ്യാണ്ട്. പിന്നെ ഇതിൻ്റെ പുറത്ത് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇങ്ങനെ കഴുത്ത് വരുന്നത്, കഴുത്ത് കണ്ടോ, എനിക്കത് കിടക്കുന്നത് 13 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. ഇതിൻ്റെ നെക്ക് വൈഡ്. അപ്പം ഇനി ഇതിൽ കുറച്ചും കൂടെ സംഭവങ്ങൾ ചെയ്യാണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് സിബ് കൊടുത്തിട്ടാണ് കേട്ടോ. അത് മൊത്തം അടി വരെ സിബ് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ പറയുക, അപ്പം ഇങ്ങനെയൊക്കെയാണ്. ഇനിയുണ്ട് നല്ല കല്ല് വർക്കൊക്കെ ഉള്ളത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ മാഷാ അല്ലാഹ്, ഇത്രയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞാനും കൂടെ നോക്കട്ടെ. മാഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യണം. നിങ്ങളുടെ ദുആയിൽ എന്നെയും എൻ്റെ മക്കളെയും ഉൾപ്പെടുത്തണം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.